നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടായ ലേസർ രശ്മികൾ ക്യാമറയിലെ ചെറിയ ലേസർ പ്രകാശമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം. കുറച്ചു മുൻപ് വരെ കോൺഗ്രസ് പ്രവർത്തകരെയും രാജ്യത്തെയും മുൾമുനയിൽ നിർത്തിയ രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിൽ പതിച്ച ലേസർ കിരണങ്ങൾ വെറും ക്യാമറ ലൈറ്റ് മാത്രമായിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം നടത്തിയ നിരീക്ഷണത്തിൽ കണ്ടെത്തി. മാത്രമല്ല, ഇത് പതിച്ചിരിക്കുന്നത് AICC ക്യാമറാമാൻ ഉപയോഗിച്ചിരുന്ന ഫോണിൽ നിന്നാണെന്നും വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് നേരെ വധഭീഷണിയുണ്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ നേർക്ക് പതിച്ച പച്ച ലേസർ കിരണങ്ങളെ ആസ്പദമാക്കി കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതി ആഭ്യന്തര മന്ത്രാലയം തള്ളി. ഒരു ക്യാമറ ലേസർ കിരണങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കോൺഗ്രസ് നേതാക്കളെ പരിഹസിച്ചുകൊണ്ട് പലരും മുന്നോട്ട് വന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വരെ വധഭീഷണി എന്ന രീതിയിൽ വരുന്ന ലേസർ ലൈറ്റുകളെ അവഗണിച്ചാണ് ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വന്നത്. രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പതിച്ച വെളിച്ചം മൊബൈൽ ഫോണിൽ നിന്നുള്ളതാണെന്നാണ് വിശദീകരണം. വെളിച്ചം പതിച്ചത് AICC ഫോട്ടോഗ്രാഫർ ഉപയോഗിച്ച ഫോണിൽ നിന്നാണെന്ന് SPG കണ്ടെത്തിയതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. SPG ഡയറക്ടർ വീഡിയോ പരിശോധിച്ച് വിവരങ്ങൾ അറിയിച്ചതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ ഭീഷണിയില്ലെന്ന് SPG ഡയറക്ടർ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാഹുലിന് വധഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്ന കോൺഗ്രസിന്റെ പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ ശ്രമം നടന്നതായാണ് കോൺഗ്രസിന്റെ പരാതി. അമേഠിയിലെ റാലിയിൽ ലേസർ തോക്ക് ഉപയോഗിച്ച് അപായപ്പെടുത്താൻ ശ്രമം നടന്നുവെന്നും 7 തവണ രാഹുൽ ഗാന്ധിയെ ഉന്നം വെച്ചെന്നുമാണ് കോൺഗ്രസ് ആരോപിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.